ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുറച്ച് എത്തിനിക് കളക്ഷൻസും ആയിട്ടാണ് കേട്ടോ. അതും ഒരു ലൈറ്റ് ഷെയ്ഡിലൊക്കെ ഫ്ലോറൽ പ്രിൻ്റോട് കൂടിയിട്ടുള്ള കളക്ഷൻസ് ചൂസ് ചെയ്യുന്ന ആൾക്കാർ നമുക്കിടയിലുണ്ടെന്ന് അറിയാം. ഇപ്പോൾ ചൂസ് ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇത്തവണ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ മിന്ത്രയിൽ നിന്നാണ്. മിന്ത്രയിൽ അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബഡ്ജറ്റിൽ നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണ്. മിന്ത്ര വേസ് നമ്മൾ നോക്കുമ്പോൾ നല്ല നല്ല കളക്ഷൻസ് നല്ല നല്ല ക്വാളിറ്റിയിലൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് മിന്ത്ര എന്ന് പറയുന്നത്. അപ്പം ഇത്തവണ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസിൽ കുറച്ച് എത്തിനിക് കളക്ഷൻസ് ആണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുറച്ച് ലൈറ്റ് ഷെയ്ഡിലൊക്കെ ഫ്ലോറൽ പ്രിൻ്റോടൊക്കെ കൂടിയിട്ടുള്ള ഒരു ഡെയിലി വെയർ ഒക്കെ ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്, ഓഫീസ് വെയർ ആയിട്ടും കാഷ്വൽ വെയർ ഒക്കെ ആയിട്ടൊക്കെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടൈപ്പാണ് ഇത്തവണ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഉറപ്പാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ളത്. പിന്നെ അതിനിടയിൽ വേറെ തന്നെ ഒരു കളക്ഷനും കൂടെ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെങ്ങനെയോ ഞാൻ പർച്ചേസ് ചെയ്ത് വന്നപ്പോൾ അതിൽ പെട്ടുപോയതാണ് ഒരു ഡൗട്ട് ഉണ്ട്. 3 എണ്ണം ഒരേ ടൈപ്പ് കളക്ഷനും ദെൻ ഒരെണ്ണം സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. കുഴപ്പമില്ല, എന്തായാലും ഞാൻ മിന്ത്ര കളക്ഷൻസ് എല്ലാം ഒരുമിച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതും അതിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ നമ്മൾ എത്തിനിക് കളക്ഷൻസ് ആയിട്ടാണ്, ഡെയിലി വെയർ ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി എത്തിനിക് കളക്ഷൻസ് ആയിട്ടാണ് നമ്മൾ ഇത്തവണ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഡയറക്റ്റ് നമ്മുടെ പ്രൊഡക്ട്സ് കാണാം. കാണിച്ചു തരുന്ന കളക്ഷൻ എന്ന് പറയുന്നത് കാണുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു എത്തിനിക് കളക്ഷൻ, ഈ ഒരു മിഡി ഡ്രസ് ടൈപ്പിൽ വരുന്ന ഒരു കളക്ഷനാണ്. സംഭവം അടിപൊളിയാണ്. സിമ്പിളായിട്ട് നമുക്ക് ഡെയിലി യൂസിന് പറ്റിയിട്ടുള്ള നല്ലൊരു കളക്ഷനാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള കളക്ഷൻ. പിക്ചറിൽ കൊടുത്തിട്ടുള്ള സെയിം കളക്ഷൻ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒരു മാറ്റൂല കേട്ടോ. കളർ വൈസ് ആണെന്നുണ്ടെങ്കിലും ഡിസൈൻ വൈസ് പ്രിന്റ് വൈസ് ആണെന്നുണ്ടെങ്കിലും ഒരു മാറ്റൂല. അടിപൊളി കളക്ഷനാണ്. നമുക്ക് ഓഫ് വൈറ്റിൽ ഒരു പീച്ച് പിങ്ക് ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പ്രിൻ്റാണ്. ദെൻ ഗ്രീനൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പ്രിൻ്റ് വർക്കാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് കേട്ടോ. സംഭവം അടിപൊളിയാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഞാൻ സ്റ്റൈൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം ഭംഗിയുണ്ട് എന്നുള്ളത് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇങ്ങനത്തെ ഡ്രസ്സസൊക്കെ ചൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഫ്ലോറൽ പ്രിൻ്റോട് കൂടിയിട്ടുള്ള ലൈറ്റ് ഷെയ്ഡൊക്കെ ചൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവർക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആവും. പിന്നെ ഇങ്ങനത്തെ ചൂസ് ചെയ്യാത്ത ആൾക്കാർ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. നമുക്ക് എങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സാണ് ഭംഗി ഉണ്ടാവാന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ പണ്ടത്തെ നമ്മളല്ലല്ലോ, ഇപ്പോൾ ഒരുപാട് ചേഞ്ചസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കും എല്ലാം മാറ്റി മറിച്ചൊന്ന് ട്രൈ ചെയ്യാം. ഞാൻ എന്തായാലും ഇങ്ങനത്തെ ഒന്നും ചൂസ് ചെയ്യാത്ത ആളാണ്. പക്ഷേ ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് കേട്ടോ. സംഭവം ഇത് അടിപൊളിയാണ്. ഇതിൻ്റെ നെക്ക് വന്നിട്ട് വി കട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ ആലിയ കട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ ആലിയ കട്ടാണ്. ദെൻ പ്ലേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ കാണുമ്പോൾ ക്ലിയർ ആവുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇതാണ് ഇതിൻ്റെ ഡിസൈൻ വന്നിട്ട്. ഇവിടെ വേറെ തന്നെ ഡിസൈനും ദെൻ ഇവിടം വേറെ തന്നെ പ്രിന്റ് വർക്കും ദെൻ ഈ 2 സൈഡിലായിട്ട് ഈ നെക്കിൻ്റെ ഈ ഒരു പോർഷനിൽ സ്ലീവിലൊക്കെ കൊടുത്തിട്ടുള്ള സെയിം ഡിസൈനുമാണ് ഇവർ ചെയ്തിട്ടുള്ളത് കേട്ടോ. ദെൻ ബോട്ടം സൈഡിൽ സെപ്പറേറ്റ് തന്നെ നമുക്ക് കട്ടിങ് വന്നിട്ടുണ്ട്. പ്ലീറ്റ് നൈസായിട്ട് പ്ലീറ്റൊക്കെ സിമ്പിളായിട്ട് പ്ലീറ്റൊക്കെ കൊടുത്തിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ അടിയിലൊക്കെ ആയിട്ട് ലേസ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു സിൽവർ കളറിൽ ഒരു ലേസും ഇവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് വന്നിട്ടുള്ളത്? ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഞാൻ സ്റ്റൈൽ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണെന്നുള്ളത്. ബാക്ക് പോർഷനും സെയിം തന്നെയാണ് കേട്ടോ. നമുക്ക് ആലിയ കട്ടല്ല ബാക്കിൽ വരും. ബാക്കിൽ പിന്നെ നോർമൽ ആ ഒരു കട്ടിങ്ങും പ്ലേറ്റും ആണ് വരുന്നത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. നെക്ക് പോർഷനിലും നമുക്ക് സിൽവർ കളറിൽ ലേസൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ദെൻ സ്ലീവ് ആണെന്നുണ്ടെങ്കിലും 3/4 സ്ലീവ് ആണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം ലെങ്ത് ഒക്കെ ഉണ്ട്. സ്ലീവിൻ്റെ ഈ ബോട്ടം സൈഡിലായിട്ടും അവർ ഈ ലേസും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓവറോൾ പറയാനായിട്ട് നമുക്കുള്ളത്.
പിന്നെ നമുക്ക് സ്റ്റൈൽ ചെയ്ത ആളാണ് കൂടുതലായിട്ട് അറിയാം. ഇതൊരു കോട്ടൺ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. കോട്ടൺ ഫാബ്രിക്കിലാണ്, ലൈനിങ് വന്നിട്ടില്ല, വിത്തൗട്ട് ലൈനിങ് ആണ്. സംഭവം അടിപൊളി ഫാബ്രിക് ആണ്, എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കളക്ഷനാണ്, നല്ലൊരു മെറ്റീരിയൽ ആണ്, നല്ലൊരു ഡിസൈൻ ആണ്, എല്ലാം പറയാം. നല്ലൊരു കളക്ഷൻ തന്നെയാണ്, എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു കേട്ടോ. മിന്ത്രയിൽ നിന്ന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസിലാണ് നമുക്ക് ഇത് കിട്ടിയിട്ടുള്ളത്. കോട്ടൺ ഫാബ്രിക്കിലാണല്ലോ, അപ്പോൾ കോട്ടൺ ഫാബ്രിക് മാത്രമല്ല നല്ല ഫ്ലെയർഡ് ആയിട്ടുള്ള നല്ലൊരു കൂത്തയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു കൂത്ത എന്ന് പറയുന്നത് കിമൈറ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൽ നിന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു കൂത്ത. അതുപോലെ തന്നെ ഫാബ്രിക് ഞാൻ ഓൾറെഡി പറഞ്ഞു, കോട്ടൺ ഫാബ്രിക് ആണ്. സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ, മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ, ഇത്രയും സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. പിന്നെ അതിൻ്റെ പ്രൈസ് ആണ്, ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് 699 മിന്ത്രയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. 699 അത് വേർത്താണ്, ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം. മെറ്റീരിയൽ വൈസ്, ഡിസൈൻ വൈസ് ഒക്കെ ഓക്കെ ആണ്. നല്ല ലെങ്ത്തും അത്യാവശ്യം നല്ല ഫ്ലെയർഡൊക്കെ ആയിട്ടുള്ള നല്ലൊരു കളക്ഷനാണ്. നമുക്ക് ഡെയിലി വെയർ ആയിട്ട് അത്യാവശ്യം നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ധൈര്യമായിട്ട് 699 രൂപയ്ക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്തോളൂ. ഇങ്ങനത്തെ ഒരു കളക്ഷൻ നമ്മുടെ കയ്യിൽ എടുത്ത് വെക്കുന്നത് നല്ലത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് സ്റ്റൈൽ ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞോളൂ കേട്ടോ. ഡയറക്റ്റ് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് കാണാം. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് കളക്ഷൻ എന്ന് പറയുന്നത് ദേ കാണുന്ന കളക്ഷനാണ് കേട്ടോ. കൂത്ത വിത്ത് ദുപ്പട്ടയാണ്, അനാക്കലി കുത്തയാണ് കേട്ടോ. അനാക്കലി കുത്ത വിത്ത് ദുപ്പട്ടയാണ്, പാൻസ് ഒന്നുമില്ല, കൂത്ത വിത്ത് ദുപ്പട്ടയായിട്ടാണ് ഇത്തവണ ഞാൻ വന്നിട്ടുള്ളത്. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്, നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോഴും നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് കേട്ടോ. ഇതാണ് നമ്മുടെ അനാക്കലി കൂത്ത വന്നിട്ട് നല്ല ലെങ്ത് ഉണ്ട്, വൈറ്റ് കളറിലാണ് വന്നിട്ടുള്ളത്. വൈറ്റ് കളറിൽ ബ്ലൂവും അതുപോലെ തന്നെ ഗ്രീൻ കണ്ടോ, ഗ്രീനും പ്രിൻ്റ് വർക്കൊക്കെ വന്നിട്ടുള്ള നല്ലൊരു കളക്ഷനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സംഭവം നല്ല ലെങ്ത്തും നല്ല ഫ്ലെയർഡോട് കൂടിയിട്ടുള്ള നല്ലൊരു കളക്ഷനാണ്. മെറ്റീരിയൽ വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു റയോൺ ഫാബ്രിക് ആണ് കേട്ടോ. വിസ്കസ് റയോൺ ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ എത്രത്തോളം റീയൂസ് ചെയ്യാൻ പറ്റുന്നുള്ളത് എനിക്ക് ഗ്യാരണ്ടി തരാൻ കഴിയില്ല. പക്ഷെ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിലും പിശുക്കൊന്നും കാണിച്ചിട്ടില്ല, നല്ല രീതിയിൽ തന്നെ നമുക്ക് ഫ്ലെയർഡൊക്കെ തന്നിട്ടുണ്ട്. നല്ലൊരു അനാക്കലി കൂത്തിയാണ്, വിത്തൗട്ട് ലൈനിങ് ആണ് കേട്ടോ. വൈറ്റ് കളറിൽ ഓൾറെഡി ലൈനിങ് കൊടുത്താലും നല്ല രീതിയിൽ നിഴലടിക്കുന്ന ഡ്രസ്സസാണ് വൈറ്റ് എന്ന് പറയും, വൈറ്റ് കളറിൽ വരിക. അപ്പം അതിനിടയിൽ ലൈനിങ് കൂടി ഇല്ലാണ്ട് ആവുമ്പോൾ അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, എങ്കിലും ഓക്കെ ആണ്. കാണാൻ നല്ല ഭംഗിയുണ്ട് കണ്ടോ. റയോൺ ഫാബ്രിക് ആണ്, പക്ഷേ സംഭവം കാണാൻ നല്ല ഭംഗിയുണ്ട്. ഡിസൈൻ വൈസ് ആണെന്നുണ്ടെങ്കിലും വി നെക്ക് ആണ് ഇതിന് വന്നിട്ടുള്ളത്. ഈ ഒരു പോർഷനിൽ ഷേപ്പ് വരെയും ഇങ്ങനെ ഒരു ഫ്ലോറൽ പ്രിൻ്റാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. ദെൻ ഇവിടെ ഒരു കട്ടിങ് വന്നിട്ട് സെപ്പറേറ്റ് പോർഷനാണ് വന്നിട്ട് അനാക്കലി ടൈപ്പ് കട്ടിങ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ പീസസ് ആയിട്ടാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. ദെൻ ബോട്ടം സൈഡിലായിട്ട് ഇങ്ങനത്തെ ഒരു ഡിസൈന് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഒരു പ്രിൻ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ലീവ്സിൻ്റെ, അതും ഗ്രീൻ കളറിലാണ് കൊടുത്തിട്ടുള്ളത്. ലീവ്സ് ആണ് ഇതിൽ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൽ. പിന്നെ വേറെ ഡിസൈൻ ഒന്നുമില്ല. പിന്നെ 3/4 സ്ലീവ് ആണ്, അത്യാവശ്യം നല്ല ലെങ്ത് ഒക്കെ ഉണ്ട്. ഈ സ്ലീവിൻ്റെ ഈ പോർഷനിൽ, ബോട്ടം പോർഷനിലായിട്ട് ഈ ടോപ്പിൻ്റെ ബോട്ടം സൈഡിൽ കൊടുത്തിട്ടുള്ള സെയിം ഡിസൈൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ബാക്ക് സൈഡിലൊന്നുമില്ല, ബാക്ക് സൈഡ് നമുക്ക് ഇതിൻ്റെ ബോട്ടം ഭാഗത്ത് മാത്രമായിട്ടാണ് വർക്ക് ഉള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു കൂത്ത, അനാക്കലി കൂത്തയുടെ ഓവർവ്യൂ എന്ന് പറയുന്നത്. ഇനി ഞാൻ സ്റ്റൈൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നമുക്ക് ദുപ്പട്ടയാണ് കേട്ടോ. ദുപ്പട്ട എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഇതിൻ്റെ മെറ്റീരിയൽ തന്നെയാണ്. ഇത് കോട്ടൺ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. സംഭവം നമ്മുടെ ദേഹത്തിട്ട് അത് അങ്ങനെ തന്നെ കിടക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കാണ്. പ്രിൻ്റ് വർക്കൊക്കെ നമ്മുടെ കൂത്തയിൽ കൊടുത്തിട്ടുള്ള സെയിം പ്രിൻ്റ് തന്നെയാണ്, സെയിം കളർ പാറ്റേൺ തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. പ്രിന്റ് ഈ ഒരു പോർഷനിൽ വെറൈറ്റി പ്രിന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, എങ്കിലും നമ്മുടെ കൂത്തയിൽ കൊടുത്തിട്ടുള്ള പ്രിന്റ് ഡിസൈൻ അവർ കൊടുക്കാണ്ടിരിക്കാൻ വിട്ടിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ കൊടുത്തിട്ടുണ്ട്. സംഭവം എനിക്ക് ദുപ്പട്ട
ഇഷ്ടപ്പെട്ടു കേട്ടോ, അടിപൊളിയാണ്. എനിക്ക് ദുപ്പട്ട കാരണം എനിക്ക് റിട്ടേൺ അയക്കാനൊന്നും തോന്നുന്നില്ല. എനിക്ക് വിസ്കോസ് റയോൺ ആയതുകൊണ്ട് റിട്ടേൺ അയക്കണമെന്നുള്ളൊരു കൺഫ്യൂഷനാണ്. പക്ഷേ ഈ ഒരു ദുപ്പട്ടയോടുള്ള ഇഷ്ടം കാരണം മേ ബി ഞാൻ ചിലപ്പോൾ റിട്ടേൺ അയക്കാൻ ചാൻസ് ഇല്ല കേട്ടോ. സംഭവം കാണാം, നമുക്ക് അത്യാവശ്യം റീയൂസ് ചെയ്യാനൊക്കെ പറ്റും. എന്നാൽ അല്ലാണ്ട് റീയൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ അല്ലേ ടോപ്പിൻ്റെത്, റയോൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ. പക്ഷേ അടിപൊളിയാണ്. പിന്നെ വൈറ്റൊന്നും നമ്മൾ അധികം യൂസ് ചെയ്യൊന്നുമില്ലല്ലോ, അപ്പോൾ നമുക്ക് ഒരെണ്ണം ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല അല്ലേ. എന്തായാലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് പർച്ചേസ് ചെയ്യാവുന്നതാണ്. നല്ലൊരു കളക്ഷനാണ് കേട്ടോ. ഇനി ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ, ഇതൊരു കാലിനി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൽ നിന്നാണ് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ദെൻ ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ ഇതിൻ്റെ ഡീറ്റെയിൽ വിസ്കോസ് റയോൺ ഫാബ്രിക് തന്നെയാണ്. ബാക്കി നമുക്ക് സൈസസ് ആണ് സ്മോൾ, മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ, ട്രിപ്പിൾ എക്സൽ വരെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് 839 ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. 839 വർത്ത് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ടോപ്പിൻ്റെ ഫാബ്രിക് വൈസ് നോക്കുമ്പോൾ ഇതൊരു റയോൺ ഫാബ്രിക് ആണ്. എനിക്കൊരു ഡൗട്ടാണ് ആ ഫാബ്രിക്. എനിക്ക് ബാക്കി എല്ലാം കൊണ്ടും ഈ ഒരു പ്രൊഡക്റ്റ് ഓക്കെ ആണ് കേട്ടോ. ഈ ഒരു കൂത്തയുടെ ഫാബ്രിക് ഒഴിച്ച്, ഫാബ്രിക് വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇത് കോട്ടൺ ഫാബ്രിക്കിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ബെസ്റ്റാണ്. പക്ഷേ അത് ഫാബ്രിക് മാത്രം, ഈ ഒരു കൂത്തയുടെ ഫാബ്രിക് മാത്രം നമ്മളെ ഒന്ന് ചെറുതായിട്ട് സാഡ് ആക്കിയിട്ടുണ്ട്. എങ്കിലും കുഴപ്പമില്ല. അപ്പോൾ പ്രൈസ് വേർത്ത് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്, ഫുൾ ലെങ്ത് ആണ് എനിക്ക് കിട്ടുന്നത്. നല്ല ഫ്ലെയർഡ് ആയിട്ടുള്ള ടോപ്പാണ്. പിന്നെ അത് പ്രിൻ്റാണ് കേട്ടോ. ഇത് എത്രത്തോളം നീണ്ടു നിൽക്കുന്നൊന്നും എനിക്ക് വലിയ ഉറപ്പില്ല. അത് നമ്മൾ വാഷ് ചെയ്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക് ഷെയ്ഡായി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് ഡൗട്ടുള്ളൂ. പക്ഷേ ദുപ്പട്ട അടിപൊളിയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ ആണ് ഈ ഒരു പ്രൈസിന്. നിങ്ങൾക്ക് നോക്കിയിട്ട് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. 839 ഇതിൻ്റെ പ്രൈസ് വന്നിട്ട്. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാൻ. ദെൻ നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് കാണാം. അപ്പം നമ്മുടെ മൂന്നാമത്തെ പ്രൊഡക്റ്റ് ഇത് കാണുന്നതാണ് കേട്ടോ. ഈ കാണുന്ന പ്രൊഡക്റ്റാണ്. ഇതൊരു അടിപൊളി ഒരു മിഡി ഡ്രസ് കളക്ഷനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. സെയിം പിക്ചറിൽ കാണുന്ന സെയിം സാധനം തന്നെയാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. ഇത് കാണുന്നതാണ് കേട്ടോ. ഇതാണ് സംഭവം. ഇത് അത്യാവശ്യം നല്ല ഫ്ലെയർഡോടൊക്കെ കൂടിയിട്ടുള്ള നല്ലൊരു പ്രിൻ്റഡ് വർക്കാണ്. ലൈറ്റ് കളേഴ്സാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഇത് നമുക്ക് ക്യാഷ്വലായിട്ടും ഓഫീസ് വെയറൊക്കെ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു കൂത്തയാണ്. അങ്ങനത്തെ ഒരു ടൈപ്പ് കളേഴ്സാണ് ഇതിന് വന്നിട്ടുള്ളത്. ഇതിൻ്റെ പ്രിൻ്റ് ആണെന്നുണ്ടെങ്കിലും ഫ്ലവേഴ്സും ലീവ്സും ഒക്കെ കൂടിയിട്ടുള്ള ഒരു പ്രിൻ്റഡ് വർക്കാണ് ഇതിന് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ പിങ്ക്, ബ്ലൂ, ഗ്രീൻ, യെല്ലോ ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് നമുക്കിതിൻ്റെ പ്രിൻ്റ് വന്നിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഈ ഒരു പോർഷനിൽ, ഈ ഒരു നെക്കിൻ്റെ ഈ ഒരു പോർഷനിൽ ഇങ്ങനെ ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഗ്ലാസ് വർക്കാണ്, പ്ലാസ്റ്റിക് ആണ് കേട്ടോ. പ്ലാസ്റ്റിക് ഗ്ലാസ് വർക്കാണ്. ദെൻ എംബ്രോയിഡറി ഒക്കെ കൊടുത്തിട്ടുള്ളൊരു നെക്കിൻ്റെ അവിടെ ഉള്ളൊരു വർക്കാണ് ഇതിന് വന്നിട്ടുള്ളത്. റൗണ്ട് നെക്കാണ് കേട്ടോ. ദെൻ സ്ലീവ് ആണെന്നുണ്ടെങ്കിലും 3/4 സ്ലീവ് ആണ്. കുഴപ്പമില്ലാത്ത ലെങ്ത്ത് കാര്യങ്ങളുണ്ട്. പിന്നെ ഇവിടെ വേറെ വർക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. കംപ്ലീറ്റ്ലി ഇതാണ് ഈ ഒരു പ്രിൻ്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. നല്ല ഫ്ലെയർഡ് ഉണ്ട് കേട്ടോ. നല്ല ഫ്ലെയർഡോട് കൂടിയിട്ടുള്ള നല്ലൊരു കളക്ഷനാണ്. ലെയർ പോലെയാണ്. ഇവിടെ ഒരു കട്ടിങ് വന്നിട്ടുണ്ട്. കുഞ്ഞു പ്ലീറ്റോട് കൂടിയിട്ട് സെപ്പറേറ്റ് പീസാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു കട്ടിങ് വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ കട്ടിങ് കഴിഞ്ഞു. ദെൻ മൂന്നാമത്തെ കട്ടിങ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ദെൻ നാലാമത്തെ കട്ടിങ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ലാസ്റ്റ് കട്ടിങ് ആണ് കേട്ടോ ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഫ്ലെയർഡ് കിട്ടുന്നുണ്ട് ഇങ്ങനത്തെ കട്ടിങ് വരുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ ബാക്കിൽ വേറെ വർക്കോ കാര്യങ്ങളൊന്നുമില്ല. ബാക്കിൽ ഈ ഒരു ഫ്രണ്ടിലുള്ള സെയിം വർക്ക് തന്നെയാണ്. പ്ലെയിൻ ആണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ മെറ്റീരിയലാണ് നമുക്ക് റയോൺ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇത് വല്ലാണ്ട് കുഴപ്പമില്ലാത്ത ഒരു ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല കുഴഞ്ഞ് കിടക്കുന്ന നല്ലൊരു മെറ്റീരിയൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. സംഭവം അടിപൊളിയാണ് കേട്ടോ. ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം. അത്യാവശ്യം കുഴപ്പമില്ലാണ്ടൊക്കെ നമുക്ക് റീയൂസ് ചെയ്യാം.
പിന്നെ ഇവിടെ നമുക്ക് കെട്ടൊക്കെ കെട്ടാനുള്ള ഓപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്, കുഞ്ചലൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ സെയിം മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു, സംഭവം അടിപൊളിയാണ്. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കെട്ടാം, ഇപ്പോൾ കെട്ടാണ്ടിരിക്കാം എന്ന് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. സംഭവം അടിപൊളി കളക്ഷൻ തന്നെയാണ്. നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കളക്ഷൻ തന്നെയാണ് നമുക്ക് മിന്ത്രയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് കേട്ടോ. സംഭവം പിക്ചറിൽ കണ്ടിട്ടുള്ള സെയിം പ്രൊഡക്റ്റാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാനുള്ളത്, ദർവിക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൽ നിന്നാണ് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ള മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ, ഇത്രയും സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ മീഡിയം സൈസ് ആണ് കേട്ടോ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. എല്ലാം മീഡിയം സൈസ് തന്നെയാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഫാബ്രിക് വിസ്കോസ് റയോൺ ഫാബ്രിക് ആണ്. പിന്നെ ഇതിൻ്റെ പ്രൈസ് ആണ്, ഇത് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് 799 പർച്ചേസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. 799 അടിപൊളിയാണ് കേട്ടോ. ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം. നല്ലൊരു കളക്ഷനാണ്. അത്യാവശ്യം നല്ല ലെങ്ത്തും ഫ്ലെയർഡോടൊക്കെ കൂടിയിട്ടുള്ള നല്ലൊരു ഫ്ലോറൽ പ്രിൻറ്റോട് കൂടിയിട്ട് സിമ്പിളായിട്ട് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കളക്ഷനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ വേണ്ടവരെന്തായാലും പർച്ചേസ് ചെയ്തോളൂ. ഞാൻ എന്തായാലും ഇതിൻ്റെയൊക്കെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമുക്ക് എന്തായാലും ലാസ്റ്റ് കളക്ഷൻ കാണാം. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് കളക്ഷനാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇതേ കാണുന്നതാണ് കേട്ടോ. ഒരു കണ്ണ് തള്ളുന്ന രീതിയിലുള്ള ഒരു കളറൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇത്രയും ലൈറ്റ് കളറിനിടയിൽ ഈ ഒരു ഉദിച്ച കളർ എന്തിനാന്നാവൂല്ലേ, അതന്നെ എനിക്ക് മനസ്സിലാവാത്ത. ഞാൻ ഓർഡർ ചെയ്തതിൽ ഞാൻ ഇതൊക്കെ വിഷലിസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇത് ഞാൻ കാർട്ടിൽ ആക്കി ഇതിൻ്റെ കൂടെ ഞാൻ ചെയ്തു എന്നുള്ളത്. നോക്കുമ്പോൾ 4 പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ട്. 4 പ്രൊഡക്റ്റിൽ ഒന്ന് ഇതായിപ്പോയി. ഇതിനിടയിൽ ഇത് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഞാൻ കംപ്ലീറ്റ്ലി ഒരു ലൈറ്റ് കളർ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ, പക്ഷെ പെട്ടുപോയതാണ് കേട്ടോ. സംഭവം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ലൊരു കളക്ഷൻ തന്നെയാണ്. നമുക്ക് ഫങ്ഷനൊക്കെ ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കളക്ഷനാണ്. ഫങ്ഷന് മാത്രമല്ല കേട്ടോ, നമുക്ക് ക്യാഷ്വലായിട്ടൊക്കെ നമ്മൾ പുറത്തൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് ചൂസ് ചെയ്യാം. നമ്മൾ ഇടുന്ന സ്റ്റൈലിനനുസരിച്ചിരിക്കും നമുക്ക് ഈ ക്യാഷ്വൽ ആവുന്നതും അതുപോലെ തന്നെ പാർട്ടി വെയർ ആവുന്നതും. നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിന് മേച്ചായിട്ട് നമ്മൾ സ്റ്റൈൽ ചെയ്യുന്നത്, അതിനനുസരിച്ചിരിക്കും ആ ഡ്രസ്സിൻ്റെ ആ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റാണ്. ഒരു യെല്ലോ കളറിലാണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടിയിട്ടുള്ളത്. സംഭവം ഈ ഒരു കളർ കണ്ടിട്ട് തന്നെയാണ് ഞാൻ വിഷ് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. എനിക്കിത് എന്തായാലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇതൊരു ചിക്കൻ കാരി കൂത്തിയാണ് കേട്ടോ. ലൈനിങ് ഒന്നുമില്ല. ഇത് ഇങ്ങനത്തെ ഒരു ലോങ് കൂത്തിയാണ് കേട്ടോ. നല്ല ലോങ് കൂത്തിയാണ്. അതുപോലെ തന്നെ സ്ലിറ്റഡ് ആണ്. ഓക്കെ, ഇവിടെ സെപ്പറേറ്റ് കട്ടിംഗ് ഒക്കെ വന്നിട്ട് പ്ലീറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സ്ലിറ്റഡ് ആണ്. ലൈനിങ് ഇല്ല. ലൈനിങ് ഇത് ഇവിടം വരെ ഉള്ളൂ കേട്ടോ. ഇവിടുന്ന് മുതൽ ഇവിടം വരെ ഷേപ്പിൻ്റെ ഈ പോർഷനിൽ മാത്രമേ ലൈനിങ് കൊടുത്തിട്ടുള്ളൂ. എംബ്രോയിഡറി വർക്ക് അങ്ങനെ ഉണ്ട്. അടിപൊളിയല്ലേ, കളർഫുൾ ആയിട്ടില്ലേ. എനിക്ക് തോന്നുന്നു നമുക്ക് ഹൽദിക്കൊക്കെ ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കളക്ഷൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഹൽദിക്ക് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ ക്യാഷ്വലായിട്ട് നമ്മൾ സ്റ്റൈൽ ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. ഇതിന് നമുക്ക് വൈറ്റ് പെയിൻറ്റോ അല്ലെങ്കിൽ ഈ സെയിം കളർ പെയിൻറ്റോ ഒക്കെ നമുക്ക് ചൂസ് ചെയ്യാം. പക്ഷേ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ക്യാഷ്വലായിട്ട് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെനിമിൻ്റെ പാൻസിനൊപ്പൊക്കെ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ എന്തായാലും എനിക്ക് ഈ സെയിം കളറിലെ പാൻസ് ഒന്നും ഇല്ല. ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോഴാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്ത കാര്യം തന്നെ ഞാൻ അറിയുന്നത് കേട്ടോ. പറ്റിപ്പോയതാണ്. സംഭവം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഡെനിമിൻ്റെ പാൻസിനൊപ്പമാണ് ഞാൻ ഇത് സ്റ്റൈൽ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു കുർത്ത വിത്ത് ദുപ്പട്ടയും കൂടി ഉണ്ട് കേട്ടോ. ഫംഗ്ഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ദുപ്പട്ട ചൂസ് ചെയ്യാം. കുഞ്ഞൊരു ദുപ്പട്ടയാണ്. ഇത്ര പോകുന്നൊരു വലുപ്പമുള്ളൂ കേട്ടോ. നമുക്ക് ഈ നെക്കിൽ ആണ് അതിൻ്റെ വർക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇടാൻ പറ്റിയുള്ള ഒരു ടൈപ്പ് ദുപ്പട്ടയാണ്. ഞാൻ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഫങ്ഷന് ഇടുമ്പോൾ നമുക്ക് ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത്. നെക്കിൻ്റെ ഈ ഒരു പോർഷനിലെ വർക്കാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. ഇതാണ് ഇതിൻ്റെ വർക്ക്. ദെൻ സ്ലീവിലും വർക്ക് വന്നിട്ടുണ്ട്. സെയിം വർക്കാണ്. എംബ്രോയിഡറി പ്രിൻ്റ് ആണ്. ചിക്കൻ കാരി കൂത്തിയാണല്ലോ, എംബ്രോയിഡറി പ്രിൻ്റ് ആണ്. ദെൻ പിന്നെ അതങ്ങോട്ട് കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ വർക്ക് പോയിട്ടുള്ളത്. ബോട്ടം സൈഡിലായിട്ട് ഇതാണ് വർക്ക്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഞാൻ സ്റ്റൈൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇതിൻ്റെ ഭംഗി എത്രത്തോളാണെന്ന് മനസ്സിലാവും. നേരിട്ട് കാണുമ്പോൾ അടിപൊളിയാണ്. ക്യാമറയിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ദെൻ ബാക്ക് പ്ലെയിൻ ആണ് കേട്ടോ. കംപ്ലീറ്റ്ലി പ്ലെയിൻ ആണ് ബ്ലാക്ക് വന്നിട്ടുള്ളത്. കണ്ടോ, നല്ല നീളടിക്കും കേട്ടോ. ലൈനിങ് ഒന്നുമില്ല. അത് ഇങ്ങനത്തെ ഒരു സ്റ്റൈലാണ്. ഇങ്ങനെ സ്റ്റൈൽ ചെയ്യേണ്ടതാണ് കേട്ടോ. സംഭവം അടിപൊളി കളക്ഷനാണ്.
നല്ലൊരു കളക്ഷനാണ്, ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം. ദെൻ ദുപ്പട്ട എന്ന് പറയുന്നത് ഇതാണ്. ഇത് സെറ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇതാണ് നമ്മൾ ഈ നെക്ക് പോർഷനിൽ ഇങ്ങനെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ടൈപ്പാണ്. ഒരു നെക്ലേസ് ഒക്കെ ഇരിക്കുന്ന പോലെ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ വന്നിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ വേണ്ട, നമുക്ക് ഒഴിവാക്കാം. ഇവിടെ സ്റ്റിച്ചഡ് ആണ്. ഓക്കെ, ഇങ്ങനെ ചെയ്തതാണ്. പിന്നെ ഇങ്ങനെയാണ്. ഇത്ര വീതിയുള്ളൂ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെങ്ത് ഉണ്ട് കേട്ടോ. കുഴപ്പമില്ലാത്തൊരു ലെങ്ത് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ദുപ്പട്ടയായിട്ട് ഇവർ കൊടുത്തിട്ടുള്ളത്. അപ്പം ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ ഫാബ്രിക് കാര്യങ്ങളൊക്കെയാണ്. ഫാബ്രിക് ഞാൻ പറഞ്ഞില്ല എന്ന് തോന്നുന്നു അല്ലേ. ജോർജറ്റ് ഫാബ്രിക്കാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ. ജോർജറ്റ് ഫാബ്രിക്കിലാണ് ഈ ഒരു കുർത്ത നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല ലെങ്ത് ഒക്കെ ഉണ്ട്. അടിപൊളി കളക്ഷനാണ്. പിന്നെ അത് സംഗ്രിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൽ നിന്നാണ് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ വേറെയും കളേഴ്സൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇത് സ്മോൾ, മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ ഇത്രയും സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ജോർജറ്റ് ഫാബ്രിക് കാര്യങ്ങൾ ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ചിക്കൻകാരി ടൈപ്പ് കൂത്തിയാണ്. പിന്നെ ഇതിൻ്റെ പ്രൈസ് ആണ് ഹൈലൈറ്റ് ആയിട്ടുള്ളത്. 665-നാണ് മിന്ത്ര നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് തന്നിട്ടുള്ളത്. അടിപൊളിയല്ലേ? എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 665-ന് ഇത് വേർത്താണ് കേട്ടോ. ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാൻ നല്ലൊരു കളക്ഷനാണ്. അത്യാവശ്യത്തിലേറെ നമുക്ക് റീയൂസ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു കളക്ഷനാണ്. പാർട്ടി വെയർ ആയിട്ടും കാഷ്വൽ വെയർ ആയിട്ടൊക്കെ ചൂസ് ചെയ്യാൻ ഒരേ ടൈം നമുക്ക് 2 ടൈപ്പിൽ ചൂസ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പം അങ്ങനത്തെ ഒരു നല്ലൊരു കളക്ഷൻ തന്നെയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ്. നല്ല അഫോർഡബിൾ പ്രൈസിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിൽ എന്ന് പറയാൻ. പിന്നെ എന്തായാലും ഞാൻ സ്റ്റൈൽ ചെയ്തിട്ട് ഇത് എങ്ങനെ ഉണ്ട് എന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കളക്ഷൻസ്. ഇങ്ങനെ 4 കളക്ഷൻസ് ആണ് ഇന്ന് നമ്മൾ കാണിച്ചു തന്നിട്ടുള്ളത്. അതും മിന്ത്രയിൽ നിന്ന് എടുത്തിട്ടുള്ള 4 കളക്ഷൻസ് അഫോർഡബിൾ പ്രൈസിന്. ഓക്കെ, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസിന് under ₹1000-1000-നുള്ളിലാണ്. 1000 ഒന്നും എത്തിയിട്ടില്ല, നമ്മൾ 800 ഒന്നും എത്തിയിട്ടില്ല സത്യം പറഞ്ഞാൽ. ₹800 എന്ന് നമുക്ക് പറയാം. അപ്പോൾ അതിനുള്ളിൽ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ് ഇതൊക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ മിന്ത്ര ഹൗൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്